തനിക്ക് എവിടുന്നോ തല്ല് കിട്ടിയെന്ന് പറഞ്ഞ് പഴയ പ്രിയദർശൻ സിനിമയിലെ ജഗതിയെപ്പോലെ കയ്യിലും കാലിലും പ്ലാസ്റ്ററും ചുറ്റി തലയിൽ വലിയ കെട്ടുമായി വന്ന അലൻ ജോസ് പെരേരയെ ഓർമ്മയില്ലേ? ആ അലൻ ജോസ് പെരേരയെ തല്ലിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ബന്ധുവായിരുന്നു. ഞെട്ടിയല്ലേ? ഇനി പറയാൻ പോകുന്നത് കൂടി കേട്ടിട്ട് ബാക്കി ഞെട്ടാം. ഞാനത് പറയുന്നത് വരെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ ഗോവിന്ദൻ മാസ്റ്ററുടെ ബന്ധുവാണ് ഈ പുള്ളിക്കാരനെ തല്ലിയത് എന്ന്? അറിഞ്ഞു കാണാൻ വഴിയില്ല. ഗോവിന്ദൻ മാസ്റ്ററുടെ ബന്ധു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ വീടിന് സമീപത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ അമ്മായിയുടെ മോനാണ് കക്ഷി. ആ ആളെങ്ങനെ ഗോവിന്ദൻ മാസ്റ്ററുടെ ബന്ധുവാകുമെന്ന് ചോദിക്കരുത്. പറഞ്ഞു വരുമ്പോൾ വാക്യത്തിൽ എവിടെയെങ്കിലും ബന്ധു എന്ന വാക്ക് കടന്നു വരുന്നുണ്ടോ? ഉണ്ടല്ലോ. ഗോവിന്ദൻ മാസ്റ്ററുടെ അകന്ന ബന്ധുവിൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന ആ വാക്യത്തിലൊരു ബന്ധുവുണ്ട്. ബന്ധു എന്ന വാക്കുള്ളത് കൊണ്ട് ഈ തല്ലിയ വ്യക്തി ഗോവിന്ദൻ മാസ്റ്ററുടെ അടുത്ത ബന്ധു തന്നെയെന്ന് ഉറപ്പിക്കാം. ആരുറപ്പിക്കും? ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഉറപ്പിക്കും. അലൻ ജോസ് പെരേരയ്ക്ക് തല്ലി കിട്ടിയ കാര്യം ചർച്ചയാക്കിയത് നീലക്കുയിൽ, പൂച്ചാണ്ടി, പൊളിശരത് മീഡിയ അങ്ങനെ പേരുകളുള്ള കുറേയേറെ സമൂഹ മാധ്യമ പേജുകൾ മാത്രമാണ്. തലയ്ക്ക് വിവരമുള്ളവരോ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ ഈ അലൻ ജോസ് പെരേരയ്ക്ക് തല്ലി കിട്ടിയ കാര്യമൊന്നും ഗവനിച്ചതുമില്ല, റിപ്പോർട്ട് ചെയ്തതുമില്ല. അവിടെയാണ് ഈ പറയുന്ന പെരേരയ്ക്ക് തെറ്റു പറ്റിയത് എന്ന് ഞാൻ പറയും. തനിക്ക് തല്ലി കിട്ടിയ കാര്യം ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ വാർത്തയാക്കാനും കേരളം ചർച്ച ചെയ്യാനും ഒരൊറ്റ കാര്യം മാത്രം ഈ പെരേര ചെയ്താൽ മതിയായിരുന്നു. എന്നെ മർദ്ദിച്ചത് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ബന്ധു. CPM എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഈ രണ്ടു കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെയോ ഫേസ്ബുക്ക് ലൈവിലൂടെയോ വന്ന് ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പറയുകയും വേണ്ട. വായിച്ച് കഷ്ടിച്ച് മനസ്സിലാകുന്ന അക്ഷരത്തെറ്റൊക്കെയുള്ള ഒരു കത്ത് പാർട്ടി നേതാക്കൾക്ക് ആദ്യം അയക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ആ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യണമായിരുന്നു. എന്നിട്ട് ആ കത്തിൻ്റെ ഓരോ കോപ്പി സകല മീഡിയകൾക്കും അയക്കുകയും കൂടി ചെയ്തിരുന്നെങ്കിൽ പിറ്റേ ദിവസത്തെ മാധ്യമങ്ങളുടെ ബിഗ് ബ്രേക്കിംഗ് ഇങ്ങനെയായിരുന്നേനെ: PBയുടെ കത്ത് ചോർന്നു. അലൻ ജോസ് പെരേര എന്ന യുവാവിൻ്റെ കത്തിൽ ഗുരുതര ആരോപണങ്ങൾ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ അലൻ ജോസ് പെരേര. ഒരാഴ്ച CPMനെ പ്രതിരോധത്തിലാക്കാനുള്ള വകയൊക്കെ മാധ്യമങ്ങൾ കണ്ടെത്തി കൊടുത്തേനെ. ഇതിൻ്റെ പേരിൽ അടികൊണ്ട പെരേരയ്ക്ക് കോൺഗ്രസിൻ്റെ വക ഒരു വീട് വാഗ്ദാനവും ലഭിച്ചേനെ. വാഗ്ദാനം മാത്രമേ ലഭിക്കുകയുള്ളൂ കേട്ടോ. അലൻ ജോസ് പെരേരയ്ക്ക് ബുദ്ധിയില്ലാതെ പോയി. അതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾക്ക് നല്ലൊരു അവസരവും നഷ്ടപ്പെട്ടു. അതിനേക്കാൾ ഉപരി CPM എന്ന രാഷ്ട്രീയ പാർട്ടി വലിയൊരു ആരോപണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെറ്റുമൊക്കെ ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം 24/7 ഹർഷനും സനീഷും തമ്മിൽ നടന്ന ഒരു ചർച്ചയിൽ വിശദമായി വ്യക്തമാക്കുന്നുണ്ട്. സത്യങ്ങൾ വിളിച്ചു പറയാനും ഇങ്ങനെ ചിലർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഭൂരിപക്ഷം മലയാളികളെ സംബന്ധിച്ചും ചെറിയൊരു ആശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്താ സനീഷിന് തോന്നുന്നത്? സത്യത്തിൽ എനിക്ക് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയോട് വലിയ പാവം തോന്നും. ഈ വാർത്ത ആദ്യം മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വായിച്ചപ്പോൾ എനിക്ക് ആദ്യം ചിരിയും പിന്നീട് വലിയ ഒരു പാവം പാർട്ടി എന്ന് ഈ CPMനോട് കുറിച്ച് തോന്നുകയും ചെയ്തു. കാരണം PB രഹസ്യം ചോർന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പത്രങ്ങളിൽ ഒന്ന്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള, സ്വാതന്ത്ര്യസമരത്തിൻ്റെ പാരമ്പര്യമുള്ള, നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ സ്വാതന്ത്ര്യസമരം കഴിഞ്ഞ 2ാമത്തെ ദിവസം വലിയ വാർത്ത: PB രഹസ്യം ചോർന്നു. രാജ്യത്തെ, ലോകത്തെല്ലായിടത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രഹസ്യം എന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇരുമ്പ് മുറക്കകത്തായിരിക്കും അവരുടെ കാര്യം. രഹസ്യം എന്നത് വളരെ വലിയ സംഗതിയാണ്. പോളിറ്റ് ബ്യൂറോ എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും ഉന്നതമായ ഘടകമാണ്. ഏത് ചെറിയ രാജ്യത്ത് ചെറുതായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞങ്ങളുടെ PB എന്ന് വെച്ചാൽ വലിയ സംഗതിയാണ്. ആ PBക്കകത്തെ രഹസ്യം എന്ന് വെച്ചാൽ അത്രമേൽ പ്രമാദമായിട്ടുള്ളൊരു സംഗതിയായിരിക്കും. അപ്പോൾ PB രഹസ്യം ചോർന്നു എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വേരോട്ടുള്ള, ഇപ്പോൾ 2ാം തവണയും ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ ഫ്രണ്ടിൽ PB രഹസ്യം ചോർന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും നോക്കും, ഏത് മനുഷ്യനും നോക്കും. അങ്ങനെ നോക്കിയാൽ എന്താ PB രഹസ്യം? 1, 2, 3 വർഷം മുമ്പ് ഒരു മനുഷ്യൻ പരാതി എഴുതിയിട്ട് ഈ പാർട്ടി നേതൃത്വത്തിന് അയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിലും സോഷ്യൽ മീഡിയയിലും പ്രദർശിപ്പിച്ച സാധനമാണ്. ആ കത്താണ് PB രഹസ്യമായിട്ട് ഈ ലേഖകൻ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഹർഷൻ കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഈ പ്രാദേശികമായിട്ട് നെട്ടൂർ അങ്ങാടിയിലുള്ള കോൺഗ്രസ്സുകാരനാണ് ഹർഷൻ. ഞാനും ഹർഷനും തമ്മിൽ വഴക്കുണ്ടായി. ഞാനപ്പോൾ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി AICC ആസ്ഥാനം ഡൽഹി എന്ന് പറഞ്ഞിട്ട് ഹർഷനെതിരെ ഒരു പരാതി എഴുതിയിട്ട് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് അയച്ചു. അവിടെ കിട്ടിയോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാനതെടുത്ത് എൻ്റെ ഫേസ്ബുക്കിലിട്ടു, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ടു.
കുറേ കഴിയുമ്പോൾ ഇത് കൊണ്ട് അനക്കമില്ലാണ്ടാകുമ്പോൾ ഒരു പത്രവാർത്ത കൊടുക്കുകയാണ്, മാതൃഭൂമി ഫ്രണ്ടിൽ പേജ് കൊടുക്കുകയാണ്, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ രഹസ്യം ചോർന്നു എന്ന് പറഞ്ഞാൽ എത്രക്ക് പരിഹാസ്യമായിരിക്കുമോ അത്രക്ക് പരിഹാസ്യമായ വാർത്തയാണ് ഈ വന്നിരിക്കുന്നത്. അത് അങ്ങേയറ്റം ഇന്നിപ്പം ഹർഷൻ പറഞ്ഞല്ലോ ഒരു ഫുൾ പേജ് മനോരമ ഇന്ന് അതിനുവേണ്ടി വെച്ചു എന്ന് ഞാനതിൽ അത്ഭുതം കാണുന്നില്ല. അതിൻ്റെ കാരണം ഹർഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മനോരമ ചെയ്തതിൽ തെറ്റില്ല, ഒന്നര പേജ് ചെയ്തതിലും മനോരമ ചെയ്തതിൽ തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാതൃഭൂമിയുടെ വാർത്തയിലൂടെ ഉണ്ടായി വന്ന വിവാദത്തിൽ എന്തൊക്കെയുണ്ട് നേരത്തെ ഹർഷൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ മകൻ, CPM എന്ന രാഷ്ട്രീയ പാർട്ടി, റത്തീന എന്ന സംവിധായിക, ഒരു വ്യവസായി ബാംഗ്ലൂരുകാരൻ, ഒരു വ്യവസായി ലണ്ടൻ, ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ രഹസ്യം പാർട്ടി PB രഹസ്യം എന്ന് മറ്റേ പത്രം എഴുതിയതുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാമത് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത് 1.5 പേജ് വാർത്തയാകാനുണ്ട്. ഇത്രയും സാധനങ്ങളെല്ലാം വെച്ച തന്നെ വാർത്ത നമ്മളും കൊടുത്തുള്ള വാർത്ത കൊടുക്കാം. പക്ഷേ ആദ്യ വാർത്ത പരിഹാസ്യമായതാണ്, പരിഹാസ്യമായ വാർത്ത. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത വരുന്നത്. അപ്പോൾ ആണ് ഈ റത്തീന എന്ന് പറയുന്ന സംവിധായിക, ഇപ്പോൾ രാജേഷ് കൃഷ്ണയൊക്കെ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം, റത്തീന എനിക്ക് അങ്ങനെ പരിചയമില്ല, സംവിധായിക എന്ന നിലക്ക് പരിചയമുണ്ട്, അറിയാം എന്ന് മാത്രമേ ഉള്ളൂ. റത്തീന എന്ന സംവിധായിക അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, അപ്പോൾ അതിനകത്ത് എൻ്റെ മുൻ ഭർത്താവ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി നടന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹി കെട്ടിട്ട് അയാൾ ഇപ്പോൾ പാർട്ടിയെ കൂടെ അറ്റാക്ക് ചെയ്യുകയാണെന്നുള്ള മറ്റാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി അതെന്താണ്. അപ്പോൾ ഞാൻ അവരെ പറ്റി പരിശോധിക്കുമ്പോൾ അവർ ആദ്യം പുഴു എന്ന സിനിമയുടെ സംവിധായകൻ നിലക്ക് നന്നായിട്ട് അറിയാം, നല്ല പടമാണ്, അത് ഗംഭീരമായിട്ടുള്ള പടമാണ്. അവരെ പോലെ ഒരാൾ ഈ സിനിമാ മേഖലയ്ക്ക്, മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരാളാണ് എന്ന് അവരിതിനെ തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവരുടെ ആദ്യത്തെ ഉയരെ എന്ന് പറയുന്ന സിനിമയുണ്ട്, അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ്. കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തപ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അതിന് താഴെ ഒരു പേരുണ്ട്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ താഴെ മറ്റൊരു പേര് കാണാം. എന്താ അത്? ഷർഗാ സന്ദീപ്. ഷർഗാ സന്ദീപ് എന്ന പ്രൊഡ്യൂസറോ മറ്റാണ്. ആരാ ഷർഗാ സന്ദീപ്? PB ഗംഗാധരൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പൊതുപ്രവർത്തകനും മാതൃഭൂമി പത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന ആളിൻ്റെ മകളാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും അവർ മാതൃഭൂമി പത്രവുമായി ബന്ധമുണ്ടെന്നാണ്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ഒക്കെ മാതൃഭൂമിൻ്റെ ആണെന്നാണ് എൻ്റെ ബോധ്യം. ഇപ്പോഴത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല, അതിൻ്റെയൊക്കെ ആളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉയരെ പടം ഇറങ്ങിയിട്ട് കുറേ വർഷമായി, അത് കഴിഞ്ഞിട്ടാണ് അവർ പുഴു സംവിധാനത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ ഉയരെ പടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹപ്രവർത്തകരാണല്ലോ. ഈ റത്തീന എന്ന് പറയുന്ന സ്ത്രീയുടെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ അറിയാത്തവരായിരിക്കുമോ ഷർഗാ സന്ദീപ്? ആയിരിക്കില്ല. അപ്പോൾ ഷർഗാ സന്ദീപ് എന്ന് പറയുന്ന മാതൃഭൂമിയുമായിട്ട് ബന്ധമുള്ള ആൾ തന്നെയും അവിടെ ഉണ്ടായിരിക്കെ ഈ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെന്നും ഇവരുടെ ജീവിതത്തിലേക്ക് ഇവരിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഇയാൾ പലപ്പോഴായിട്ട് കത്തെഴുതുകയാണെന്നൊക്കെ അറിയാവുന്ന ഈ ഷർഗാ സന്ദീപിൻ്റെ പത്രത്തിൽ ഈ കാര്യം അടിച്ചു വന്നിരിക്കുകയാണ്. ഈ മാതൃഭൂമിക്കകത്ത് ഈ വന്നിരിക്കുന്ന വാർത്ത പരിതാപകരമാണ് എന്ന് പറയാതിരിക്കുക വയ്യ. അത് എഴുതിയ ആൾ നമ്മുടെ സുഹൃത്താണ് എന്ന് ആലോചിക്കുമ്പോൾ, പക്ഷേ ഇത് പറയാതെ പോകുന്നത് എങ്ങനെയാണ്? നമ്മളിതിനെ വ്യക്തിപരമായിട്ടുള്ള സംഗതികളായിട്ടല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടും ഒപ്പം നമ്മളടക്കം ചെയ്യുന്ന ആളുകൾ, മാധ്യമപ്രവർത്തകർ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ സ്വയം ഫേസ്ബുക്ക് പേജിലേക്ക് ഇട്ട കത്ത് PBക്ക് അയച്ചത് കൊണ്ട് അത് PB രഹസ്യമാണെന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ആളോട് ചെയ്യുന്നൊരു പരിഹാസ്യമായ നിലയല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനോരമയുടെ വാർത്തയെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. റൈറ്റ്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ കത്ത് മാത്രമല്ല, ഈ പറയുന്ന ഈ യൂട്യൂബ് ചാനൽ വഴി ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ ഈ കത്തിലെ ആരോപണങ്ങളെല്ലാം ഇയാൾക്ക് വിശദീകരിക്കാനുള്ള അവസരവും മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടതാണ് അതിൻ്റെ ചില സംഗതികളൊക്കെ. അതുമാത്രമല്ല, ഈ കത്ത് പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് ആ കത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ ഈ പണി ചെയ്യാൻ യോഗ്യനല്ല. കാരണം കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമപ്രവർത്തകർക്കും അന്നേ കയ്യിൽ കിട്ടിയതാണ് ഈ കത്ത്. അപ്പോൾ അതാ പറഞ്ഞത്, ആ കത്ത് പക്ഷേ അന്ന് ഈ കത്ത് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം കിട്ടിയതാണ്. അന്നൊന്നും ഇത് വാർത്തയല്ല. കഴിഞ്ഞ 4 വർഷമായി ഇത് വാർത്തയല്ല. മാത്രമല്ല, ഈ വിവാദങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം നടക്കുമ്പോൾ ഇപ്പം ഇന്നിപ്പോൾ സംവിധായക റത്തീനെ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ആ കാലം കൂടി നമ്മളൊന്ന് ഓർക്കണമല്ലോ. കാരണം ആ സമയത്ത് ഇവർ ഈ പുഴു എന്ന് പറയുന്ന സിനിമ എടുക്കുന്ന സമയത്ത് അനുഭവിച്ച സങ്കീർണമായ അവസ്ഥകളെ കുറിച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട്. അവർ ഈ മലയാളത്തിലെ ഏറ്റവും പ്രമുഖയായ സംവിധായകന്മാരിൽ ഒരാളാണല്ലോ. ആ കാര്യത്തിൽ ഏതായാലും തർക്കമൊന്നുമില്ലല്ലോ. കാരണം അവരത് സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടല്ലോ നമുക്ക് മുന്നിൽ. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ വിഷയത്തിലേക്ക് വരികയാണ്, ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വിവാദത്തെ ഏതൊക്കെ തലത്തിൽ കത്തിച്ചു നിർത്താം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അതിനെ ഒന്ന് വീണ്ടും കുക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ എല്ലാവർക്കും ഒരു വിഷയം കിട്ടിയിരിക്കുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു മര്യാദയില്ലാത്ത പരിപാടി കൂടി ഇതിനകത്ത് മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം മുമ്പേ അറിയാവുന്ന ഒരു വിഷയം, മുമ്പേ കയ്യിൽ കിട്ടിയ വിഷയം, പക്ഷേ ഇതിനകത്ത് വാർത്താമൂല്യം എന്നത് CPIMന്റെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാജേഷ് കൃഷ്ണ എന്ന വ്യക്തിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എന്ന നിലയ്ക്കാണ് ഇതിന്റെ വാർത്താമൂല്യം നിൽക്കുന്നത്. അതിനെ ഈ മട്ടിലാണോ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയട്ടെ. മാതൃഭൂമിയുടെ വാർത്തയെക്കുറിച്ച് സരീഷ് പറഞ്ഞല്ലോ, അവിടെ റത്തീനയിലേക്ക് എത്താൻ തക്കവണ്ണം ആദ്യ വാർത്ത പ്ലേസ് ചെയ്തപ്പോൾ അതിന്റെ ലേഔട്ടിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. അതുകൂടി അത് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. കാരണം അതുവരെ അത്ര ശ്രദ്ധയോടെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതൊരു മര്യാദയില്ലാത്ത പരിപാടിയാണ് എന്നുള്ളത്. അതായത് പാർട്ടിക്കകത്തെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ പറയുന്നത്. ഈ പറയുന്ന ഇവർ സിനിമ സംവിധായക നിലയ്ക്ക് ഇവരുടെ ബന്ധം കിടക്കുന്നത് മാതൃഭൂമിയുടെ തന്നെ
സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അവിടെയും പ്രശ്നം ഉണ്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. അതെ എന്തായാലും വ്യക്തിപരമായ തർക്കങ്ങളും വൈരാഗ്യവും ഒരു സംഘടനയുടെ തലവേദനയായി മാറുന്ന സവിശേഷമായ ഒരു സന്ദർഭമാണിത്. പക്ഷേ ഇവിടെ നടക്കുന്നത് അടിസ്ഥാനപരമായി തെറ്റിദ്ധരിപ്പിക്കലാണെന്നാണ് RDXന്റെ ഉത്തമ ബോധ്യം. അടിസ്ഥാനപരമായി ടോക്സിക് മനോനിലയുടെയും ഗാർഹിക പീഡനം വരെ ചെന്നെത്തിയ സ്ത്രീവിരുദ്ധതയുടെയും നീതി നിഷേധത്തിന്റെയും ഭാഗങ്ങളൊക്കെ ഇതിലുണ്ട്. നിയമപരമായി വ്യവഹാരം നടന്ന് കോടതികൾ നീതിപൂർവമായ വിധിന്യായങ്ങൾ എത്തിയതുമാണ്. വർഷങ്ങളോളം ന്യൂസ് ഡെസ്കുകൾ പേജ് 3 കണ്ടന്റ് എന്ന് കണ്ട് ന്യൂസ് ഡെസ്കുകളൊക്കെ അവഗണിച്ച ഒരു പരാതിയാണ് ചില ഉപജാപ ഏർപ്പാടുകളിൽ പൊടുന്നനെ ചർച്ചയായി മാറുന്നത്. പോളിറ്റ് ബ്യൂറോ രഹസ്യം ചോർന്നു എന്ന മട്ടിലൊക്കെ അതിനെ വലുതാക്കുന്നത് RDX തമാശയായിട്ടേ കരുതുന്നുള്ളൂ. താനിപ്പോൾ സുരക്ഷിതയല്ല എന്ന് അറിയപ്പെടുന്ന ഒരു കലാകാരി പറയുന്നത് ഗൗരവമായി കാണണമെന്ന് മാത്രമാണ് RDXന് ഇതിൽ പറയാനുള്ളത്.